നമ്മൾ പെണ്ണ് എന്ന് പറഞ്ഞപ്പോൾ പണി ഇന്നതായിരിക്കും എന്ന് നമ്മളാണ് തീരുമാനിച്ചതാണ്. അല്ല, ആ പണിക്ക് ഇവിടുന്ന് ചെല്ലണ ആ പെണ്ണുങ്ങൾ തന്നെയാണ് ഉള്ളത്. ഹൂർലിങ്ങളെ പണി എന്താ? സ്വർഗത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വലിയൊരു നദി ഉണ്ടാവും, ഒരു പുഴ. ഹൂർലിങ്ങൾ അതിൻ്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ നിരന്ന് നിന്നിട്ട് പാട്ട് പാടും. ആർക്കാ പാട്ട്? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ള പാട്ട് തന്നെയാണ്. ഹൂർലിസാനടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ടുപാടാൻ തോഴികൾ വരവുണ്ട്. തോഴി രാജാവിനാ രാജ്ഞിക്ക? തോഴി എന്ന് പറഞ്ഞത് രാജാവിനാ രാജ്ഞിക്ക? കഥപുസ്തകം വായിക്കണ കുട്ടിയൊക്കെ അറിയാം തോഴി രാജ്ഞിക്കാകുന്നു എന്ന്. തോഴി രാജാവിനല്ല, തോഴി രാജ്ഞിക്കാണുള്ളത്. ഹൂറുല്ലിസാനടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ടുപാടാൻ തോഴികൾ വരവുണ്ട്. കൈമുട്ടുവാൻ ചില ദാസികൾ അടുത്തുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിയുണ്ട്. ഇതൊക്കെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും രണ്ടു കൂട്ടർക്കും കിട്ടും. സ്വർഗത്തിലെ എല്ലാ സംവിധാനവും എല്ലാവർക്കും ഉള്ളതാണ്, റിസർവേഷൻ ഒന്നുമില്ല, എല്ലാതും എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് അതിലൊന്നും ടെൻഷൻ ആകണ്ട. നല്ലവർക്ക് പിന്നെ ഹൂർലിങ്ങളെ കിട്ടാൻ വേണ്ടി അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ ഹൂർലിങ്ങളെ തരട്ടെ. ആണുങ്ങളും ആമീൻ പറഞ്ഞോളി, പെണ്ണുങ്ങളും ആമീൻ പറഞ്ഞോളി. സ്വർഗത്തിലെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തരട്ടെ. ആമീൻ ബിറഹ്മതി. എന്താ ആമീൻ പറയാനൊക്കെ ഒരു മടിയുണ്ട് എന്ന് തോന്നുന്നു എനിക്ക്. അല്ല, ഞാനീ പറഞ്ഞ് മനസ്സിലായില്ലേ? ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കാറ്, അതിൻ്റെ കുഴപ്പമില്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾ ഞാനീ പറഞ്ഞത് ആദ്യമായിട്ട് കേട്ടേക്കാര, ഇതുവരെ ആലോചിച്ചത് മുഴുവൻ പൊളിഞ്ഞു. അങ്ങനെ സ്വർഗം ഞാൻ വിചാരിച്ചിരുന്നത് പുരുഷൻ്റെ കുത്തകളുള്ള സ്ഥലമാണ് എന്നാണ്, പള്ളി കമ്മിറ്റിമാരി അങ്ങനെയൊക്കെ എന്ന് കരുതിയുന്നത് എന്നാണ്. അങ്ങനല്ല, പള്ളി കമ്മിറ്റിയിൽ അങ്ങനെ തന്നെ പറ്റുള്ളൂ. സ്ത്രീകൾ ഭരണാധികാരികളായി വരുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ സ്വർഗത്തിൽ അങ്ങനല്ല. ഇവിടെ പുരുഷന്മാർ സ്ത്രീയെ അന്വേഷിക്കുന്നു, സ്വർഗത്തിൽ സ്ത്രീ പുരുഷനെയാണ് അന്വേഷിക്കുന്നത്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിച്ചു, പുന്നാര നബിയേ, സ്വർഗത്തിൽ ഒരു പെണ്ണിന്റെ ഭർത്താവ് ആരായിരിക്കും? ഒരു സ്ത്രീക്ക് ദുനിയാവിൽ 2 ഭർത്താക്കന്മാരുണ്ടായാൽ സ്വർഗത്തിൽ ഏത് ഭർത്താവായിരിക്കും നബിയെ അവൾക്കുള്ളത് എന്ന ചോദ്യത്തിന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, ഉമ്മു സലമ, സ്വഭാവത്താൽ ഏറ്റവും നന്നായ ആളെ നീ സ്വർഗത്തിൽ വെച്ച് തെരഞ്ഞെടുക്കുന്നതാണ്. സ്വർഗത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെയാണ് അന്വേഷിക്കുക. പുതിയാപ്പിളനെ പുതിയണ്ണ് തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. ദുനിയാവിൽ പുതിയണ്ണിനെ പുതിയാപ്പിള തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. സ്വർഗത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. അപ്പൊ അതിലൊന്നും ടെൻഷൻ വേണ്ട, അങ്ങോട്ട് എത്തിയാൽ മതി, ബാക്കിയൊക്കെ ക്ലിയറാണ്. അങ്ങോട്ട് എത്തി കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം ക്ലിയറാണ്. എത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം, അതാണ് വളരെ പ്രധാനം. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോനെ എന്ത് പണിയെ കാട്ടിയത്? എൻ്റെ ബന്ധുവല്ലേ എൻ്റെ മകൻ, അവനെ നീ എന്തുകൊണ്ട് സംരക്ഷിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഓ എൻ്റെ ബന്ധുവല്ല. സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ്. ഖുർആനിൽ ധാരാളം സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട്. فَأَمَّا مَنْ أُوتِيَ كِتَابَهُ بِيَمِينِهِ فَسَوْفَ يُحَاسَبُ حِسَابًا يَسِيرًا وَيَنْقَلِبُ إِلَى أَهْلِهِ مَسْرُورًا. ബന്ധു, സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ്. فَأَمَّا مَنْ أُوتِيَ كِتَابَهُ بِيَمِينِهِ, ആരെങ്കിലും ഒരാൾക്ക് അവന്റെ ഏട് മുൻവശത്തുകൂടെ വലതു കൈയിൽ നൽകപ്പെട്ടാൽ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, ഒരു ചെറിയ വിചാരണയെ അവന് നേരിടേണ്ടി വരും. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ അവന്റെ ബന്ധുക്കളിലേക്ക് സന്തോഷത്തോടുകൂടെ ചെന്നു ചേരുന്നതാണ്. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ്. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ആരുടെയെങ്കിലും ഏട് വലത് കൈയിൽ കിട്ടിയാൽ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, ചെറിയ വിചാരണ ഉണ്ടാവും. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ അവന്റെ ബന്ധുക്കളിലേക്ക് പോകും. സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ്. അതിന്റെ രണ്ടാം ഭാഗം فأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا
ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. നരകാവകാശിയുടെ ബന്ധു നരകാവകാശിയാണ്. അപ്പൊ അങ്ങനെ തന്നെ. അപ്പൊ ബന്ധുവിനെ കുറിച്ച് ഒന്നാമത് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. കുട്ടികൾ നിക്കരിച്ചിട്ടുണ്ടെങ്കിൽ നിക്കരിച്ചവരെ കുടുംബമായി. കുട്ടികൾ കള്ളുടിച്ചാണെങ്കിൽ കള്ളുടിയന്റെ കുടുംബേ ആവുള്ളൂ. കുട്ടികൾ ഈ സ്വർഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. സ്വർഗത്തിലേക്ക് ആർക്കും ഒറ്റക്ക് പോകാൻ കഴിയൂല. പടച്ചോൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയില്ല, എനിക്ക് മുഖത്തേക്ക് നോക്കണ കാണാനുണ്ട്. സ്വർഗത്തിലേക്ക് ആർക്കും ഒറ്റക്ക് പോകാൻ പറ്റൂല എന്ന് വൽഫജിരിയുടെ അവസാനമുണ്ട്. വൽഫജിരി സൂറത്തിന്റെ അവസാനമുണ്ട്. വൽഫജിരി പെരുന്നാളിനെ പറ്റി പറയുന്ന സൂറത്താണ്. വൽഫജർ എന്ന് പറയുന്നത് പെരുന്നാളിനെ കുറിച്ചാണെന്നാണ് പ്രബലമായ തഫ്സീർ. അതിന്റെ അവസാനമുണ്ട് കല്ലാ ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക വജഅ റബ്ബുക വൽ മലകു സഫൻ സഫ. മലകളും പർവ്വതങ്ങളും പാറകളും ഒക്കെ പൊടിച്ചു, മഹ്ശറുണ്ടാക്കി. മലക്കുകൾ വന്ന് സഫായിട്ട് നിന്നു. വജഅ റബ്ബുക വൽ മലകു സഫൻ സഫ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. ജഹന്നമിനെ കൊണ്ടുവരും. നരകത്തെ മഹ്ശറയിലേക്ക് 70,000 ചങ്ങലകളിട്ട് ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ പിടിച്ച് ഇളകി മറിയുന്ന ജഹന്നമിനെ മഹ്ശറയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഹിസാബ് ആരംഭിക്കുന്നു. കൊണ്ടുവരും, വലിച്ചുകൊണ്ടുവരും. വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. അന്ന് മനുഷ്യന് ഓർക്കേണ്ടതെല്ലാം ഓർമ്മ വരും. ചെയ്താൽ മതിയായിരുന്നു എന്ന് ഓർമ്മ വരും. മനുഷ്യൻ ബോധ്യം വരും. നമ്മൾ അതായത് നമ്മൾ മരിക്കണ സമയത്ത് കുറേ കാര്യങ്ങൾ ഓർമ്മ വരുന്നതാണ്. മരണത്തിന് ശേഷം ഇപ്പം ഇരിക്കണ എല്ലാ ആൾക്കാരും ഉമ്മ പ്രസവിച്ചാണല്ലോ. സ്വാലിഹ് നബിന്റെ ഒട്ടകം മാത്രമാണ് പാറൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. ബാക്കി ഇരിക്കണ എല്ലാവരും ഇപ്പം ഇനി അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും ഉമ്മ പ്രസവിച്ചതാണ്. പക്ഷെ നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ നമുക്ക് ഓർമ്മയില്ല. പടച്ചോനെ റബ്ബേ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണില്ല. ഇങ്ങോട്ട് നോക്കി എന്നാലേ പറയാൻ പറ്റുള്ളൂ. നമ്മളെ ഉമ്മ നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരൊന്നും നമുക്ക് ഓർമ്മയില്ലല്ലോ. എന്നാൽ ഓർമ്മ ഉള്ള ഒരാളുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 600 കൊല്ലമായി ലോകം കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ് എന്ന അഭിപ്രായമാണ്. നമ്മളെ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ നമുക്ക് ഓർമ്മയില്ല, ഉമ്മാക്ക് ഓർമ്മയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. 6-ാം വയസ്സിൽ മദീനയിലേക്ക് പോകുമ്പോൾ കണ്ട മുഴുവൻ ആളുകളുടെയും പേര് 53-ാമത്തെ വയസ്സിൽ പോകുമ്പോൾ കൂടെയുള്ള സിദ്ദീഖുൽ അക്ബറിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് മുഹമ്മദ് നബിയുടെ ഓർമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ മക്കളെ അന്വേഷിക്കുക, മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുക പാലം കടന്നതിന്റെ ശേഷമാണ്. സിറാത്ത് പാലം. വാപ്പ മക്കളെ അന്വേഷിക്കുന്നതും മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നതും പാലം കടന്നതിന്റെ ശേഷമാണെങ്കിൽ, പാലം കടക്കുന്നതിന്റെ മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഒരാൾ മാത്രമാണുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി വര്യൻ പുണ്യ നബിയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് മഹ്ശറയിൽ വെച്ച് നിങ്ങളെ ഒന്ന് കാണണമെങ്കിൽ ഞാൻ എവിടെയാണ് തിരയേണ്ടത് നബിയേ? നബി തങ്ങൾ പറഞ്ഞു, സഹാബ, നന്മതിന്മകൾ എഴുതി ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് എന്നെ കാണാം. ആ സഹാബി ചോദിച്ചു, നബിയെ അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ നോക്കുക എന്ന് ചോദിച്ചു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബ, അവിടെ കണ്ടില്ലെങ്കിൽ അത് തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാം. ആ സ്വഹാബി വര്യൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ വെച്ച് കണ്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ഹൗലുൽ കൗസർ എന്ന വെള്ളം കൊടുക്കുന്ന സ്ഥലത്ത് വെച്ച് എന്നെ കാണാം. അല്ലാഹുവിന്റെ റസൂലേ, അവിടെയും നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എനിക്ക് മഹ്ശറയിൽ നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല നബിയേ എന്ന് പറഞ്ഞപ്പോ
പുന്നാര നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, സിറാത്ത് പാലം കടക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ കാണാതെ പോകൂല സ്വഹാബ. ഓരോ മനുഷ്യനും കിടക്കുമ്പോ അല്ലാഹുമ്മ സല്ലിം, പടച്ചോനെ ഓനെ രക്ഷപ്പെടുത്ത് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആരും നോക്കൂല. ആ മനുഷ്യൻ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞതാണ് 650 കൊല്ലമായി ലോകം കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം. എന്താ ഞാൻ പറയാൻ കാരണം എന്താ നിങ്ങള് ജീവിതത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങളും ഓർക്കുന്ന സമയമുണ്ട്. അതെപ്പോഴാണ് നിങ്ങള് മൗത്തിന്റെ നേരം, മരിക്കുമ്പോ. ഇപ്പൊ നമുക്ക് നിലവിലുള്ള പെണ്ണുങ്ങളെ, ആണുങ്ങളെ, കുട്ടികളെ എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഇപ്പൊ നമുക്കുള്ള ഈ ഓർമ്മന്റെ പേര് കോൺഷ്യസ് മൈൻഡ് എന്നാണ്. ഇപ്പം നമ്മൾ കോൺഷ്യസിലാണ്. ഞാൻ പ്രസംഗിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ എൻ്റെ പ്രസംഗം കേൾക്കുന്നു. കോൺഷ്യസ് മൈൻഡ്. ഞാനിപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ തലകെട്ടൊന്ന് നോക്കി എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഞങ്ങളോട് പറയണെന്ത്, നിങ്ങളെല്ലാവരും എൻ്റെ തലകെട്ടൊന്ന് നോക്കിക്കോളി. നോക്കിയോ? പക്ഷെ നിങ്ങൾ നോക്കിയോ? ഒന്ന് തലയാട്ടിയാലും മതി. ഞാൻ നോക്കി. അപ്പം ഞാൻ ഞങ്ങളോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തേ കണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? തലയെക്കെട്ട് കണ്ടു എന്ന് പറയും. ക്ലിയർ അല്ലേ? പക്ഷെ നിങ്ങളെൻ്റെ തലയെക്കെട്ട് നോക്കിയപ്പോൾ തലയെക്കെട്ട് മാത്രമാണോ കണ്ടത്? എൻ്റെ കണ്ണും കണ്ടില്ലേ? എൻ്റെ മൂക്ക് കണ്ടില്ലേ? എൻ്റെ ഒരു പല്ല് ചെരിഞ്ഞ് കണ്ടില്ലേ? അങ്ങനെയൊക്കെ കണ്ടില്ലേ? ഇതിൻ്റെ ബാക്കിലുള്ള സ്ക്രീന് കണ്ടില്ലേ? എൻ്റെ മുമ്പിലുള്ള മൈക്രോഫോൺ കണ്ടില്ലേ? അതിൻ്റെ മുമ്പിലുള്ള സ്റ്റാൻഡ് കണ്ടില്ലേ? 3 കോടി വസ്തുക്കളെ ഒരു നോട്ടത്തിൽ കാണുന്നു. 27,000 CCTVയുടെ പവറാണ് ഒരു മുഴത്തതിലായ കണ്ണിനുള്ളത്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാത്ത കാഴ്ച ശക്തിയുള്ള ഒരു കണ്ണിന് 27,000 CCTVയുടെ പവർ. അത്രയും സാധനം ഫോക്കസ് ചെയ്യും. ഒറ്റ നോട്ടത്തിൽ 3 കോടി വസ്തുക്കളെ കാണും. പക്ഷെ അതിൽ നിന്ന് തലയെക്കെട്ട് മാത്രം നോട്ട് ചെയ്യും. കാരണം നിങ്ങളുടെ തലയെക്കെട്ട് നോക്കിയെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ബാക്കിയുള്ളതിനെ ഡിലീറ്റ് ചെയ്യും. ഈ ഡിലീറ്റ് ചെയ്യുന്ന സാധനം ഒരു കൊട്ടയിലേക്ക് പോകും. അങ്ങനെയല്ലോ, ഡിലീറ്റ് ചെയ്യുന്ന സാധനം ഒരു കൊട്ടയേക്കല്ല പോകുക, ഒരു കൊട്ടയിലേക്ക് പോകും. താഴത്തേക്ക് വീണോ? ഈ കൊട്ടയിൽ നിന്ന് അത് ആവശ്യമാകുമ്പോൾ എടുക്കാം. ഈ കൊട്ടയുടെ പേരാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന്. ഈ ആവശ്യമില്ലാന്ന് നമുക്ക് തോന്നിയപ്പോൾ താഴത്തേക്ക് ചാടിയ ഒരു പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിൻ്റെ പേര്. ആ പാത്രത്തിൽ ഈ സാധനം ഉണ്ടാവും, ആവശ്യമാകുമ്പോൾ എടുക്കും. എല്ലാ സാധനവും ഉണ്ട്. ഇത് എടുക്കണ ഒരു സമയം, ഒരു സാഹത്താണ് മൗത്തിൻ്റെ സാഹത്ത്. അതിലുള്ളൊക്കെ എടുക്കും. ഉമ്മ പ്രസവിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും മൗത്തിൻ്റെ സാഹത്തിൽ ഓർമ്മ വരും. വാപ്പാന്റെ കൈ പിടിച്ച് മദ്രസയിലെ 1-ാം ക്ലാസ്സിലേക്ക് പോയത് മൗത്തിൻ്റെ സാഹത്തിൽ ഓർമ്മ വരും. മൂക്കിങ്ങനെ ഒൽപ്പിച്ചിങ്ങാണ്ട് മദ്രസയിൽ ചെന്നപ്പോ പെൻസിൽ പിടിച്ചിങ്ങാണ്ട് സ്ലേറ്റിലെ അലിഫ് എന്ന് എഴുതി തന്ന ഇബ്രാഹിം മൊല്ലാക്കാനെ ഓർമ്മ വരും. ഇപ്പൊ ഓർമ്മ ഉണ്ടാവില്ല. കാരണം നമ്മൾ വലിയ VIP ഇബ്രാഹിം മൊല്ലാക്ക പിന്നെ AIP അല്ലേ, അതുകൊണ്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മ വരുന്നൊരു സമയമുണ്ട്, എല്ലാം ഓർമ്മ വരും. അന്ന് മനുഷ്യൻ ഒരു കാര്യം പറയും, പടച്ചോനെ ഞാൻ സ്വാലിഹാകാം, 1 സെക്കൻഡ് തരുമോ? ശ്രദ്ധിക്കണം നിങ്ങൾ, 1 സെക്കൻഡ് തരുമോ, ഞാൻ സ്വാലിഹാകാം എന്ന് പറയും. മനുഷ്യൻ പറയും. ശരിക്കും സ്വാലിഹാകാൻ എത്ര സമയം വേണ്ടത്? 1 സെക്കൻഡാണ്. അത് 1 സെക്കൻഡ് കൊണ്ട് സ്വാലിഹാകാം എന്ന് തിരിച്ചറിയാൻ മനുഷ്യന്റെ റൂഹ് തൊണ്ടയിലേക്ക് എത്തണം. അപ്പോൾ അവന് മനസ്സിലാവും 1 സെക്കൻഡ് കൊണ്ട് സ്വാലിഹാകാമെന്ന്. എങ്ങനെ 1 സെക്കൻഡ് കൊണ്ട് സ്വാലിഹാകാം? അതൊരു തീരുമാനമാണ്. ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്ന് തീരുമാനിച്ചാൽ ആ നിമിഷം മുതൽ അയാളുടെ ജീവിതം മാറിയിട്ടുണ്ടാവുമെന്നാണ്. ചില വീഡിയോക്കാർ പറയും, എന്ത് നിർത്തിയിട്ട് നിൽക്കണില്ല. എന്താ വിഷയം? നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. നിർത്താൻ നിൽക്കാത്ത ഒരു സാധനമില്ല. എന്താ വിഷയം? നിർത്താൻ തീരുമാനിച്ചില്ല. എന്നിട്ടോ അങ്ങനെ പറയാണ്, എന്ത് നിർത്തിയിട്ട് നിൽക്കണില്ല. നിർത്തിയിട്ട് നിൽക്കണില്ലേ? നിർത്തിയിട്ട് നിൽക്കണില്ല. അങ്ങനെ നിൽക്കുക? അത് നിർത്തിയാലല്ലേ നിൽക്കുള്ളൂ. നിർത്തിയാൻ നിൽക്കാത്തൊരു സാധനമില്ല. ഒരു തീരുമാനമാണ്. നന്നാവാൻ തീരുമാനിച്ചു എന്നൊരാൾ തീരുമാനിച്ചാൽ ആ സെക്കൻഡിൽ ജീവിതം മാറും. അതിന്റെ കൂടെ മനുഷ്യൻ പറയും, എന്ത് പടച്ചോനെ ഞാൻ സ്വാലിഹായി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവസരം ചോദിക്കുന്നത് സ്വതക്ക കൊടുക്കാനാണ്. ചില വയസ്സായ ആൾക്കാർ പറയും, എന്ത് കുട്ടികളൊക്കെ ഇപ്പോൾ വലുതായി, ഒരാൾ കുവൈത്തിലുണ്ട്, ഒരാൾ ഖത്തറിലുണ്ട്, ഒരാൾ ഒമാനിലുണ്ട്, ഞാൻ ഇപ്പോൾ പണിക്കൊന്നും പോണില്ല, സ്വസ്ഥാണ് എന്ന് പറയും. എന്താ കാരണം?
ജോലിയുടെയും വരുമാനത്തിൻ്റെയും ഉപകാരം എന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അതാണ് കാരണം. എന്തിനാ വരുമാനം? ആൾക്കാർ വിചാരം വരുമാനം എന്ന് പറഞ്ഞാൽ ആശുപത്രി കൊടുക്കാനാണെന്നാണ്. ഉള്ളിടത്തോളുള്ള പൈസ മുഴുവൻ ആശുപത്രി കൊണ്ടേ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയുന്നത്, ഇത് ആശുപത്രിയിൽ കൊടുക്കാനാണ് എന്ന് നമ്മൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഞാൻ ഹജ്ജിന് പോയപ്പോൾ ചാവക്കാട്ടുകാരൻ ഒരാളുണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്കീനായി ജീവിപ്പിക്കണേ, മിസ്കീനായി മരിപ്പിക്കണേ, മിസ്കീന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ എന്ന് ദ്വാരന്നിട്ടുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ മിസ്കീനാക്കട്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരിനോട് പറഞ്ഞു, അപ്പോൾ ഉസ്താദേ ഒരു ആശുപത്രി കേസ് വന്നാൽ നമ്മൾ എന്താ കാട്ടുക എന്ന് പറഞ്ഞു. ഞാൻ മൂപ്പരോട് പറഞ്ഞു, ആ ആശുപത്രി കേസ് വന്നില്ലെങ്കിൽ എന്താ കാട്ടുക? അല്ല, അതൊരു വിഷയമാണല്ലോ. നമ്മളിങ്ങനെ ആലോചിച്ച് വെച്ചിരിക്കുകയാണ്, എന്ത് നമുക്കൊരു ആശുപത്രി കേസ് വരാനുണ്ട്. ഈ ഉണ്ടാക്കിയോടത്തോളം പൈസ മുഴുവൻ ആശുപത്രി കൊണ്ടു കൊടുക്കുന്നതിന് കാരണം ഇത് ആശുപത്രിയിൽ കൊടുക്കാനുള്ളതാണെന്ന തീരുമാനം നമുക്കുണ്ട് എന്നുള്ളതാണ്. പണത്തിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പ ഗൗസുല്ലാദമേ കാട്ടിൽ പോയി മരം വെട്ടിക്കൊണ്ടുവന്ന് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിറ്റിട്ട് കിട്ടുന്ന പണം സ്വതക്ക കൊടുത്തിരുന്ന ആളായിരുന്നു. സ്വതക്ക കൊടുക്കണമെങ്കിൽ അവനാന്റെ മുതൽ വേണം, തിന്നാൻ അവനാന്റെ മുതൽ വേണ്ട. എനിക്കിന്ന് രാവിലെ പത്തിരി, പിന്നെ ഗോതമ്പിന്റെ അപ്പം, പിന്നെ എണ്ണയാ തീരാത്ത അത്ര അപ്പങ്ങള്, നാടൻ കോഴി, ഫോറിൻ കോഴി, ആട്, അങ്ങനെ പല സാധനങ്ങളും കിട്ടി. ഒന്നും എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിട്ടല്ല. തൗഫീഖാണ് ഏറ്റവും പ്രധാനം. റിസ്ക് എന്ന് പറഞ്ഞാൽ തന്നെ റിസ്ക്കിനുള്ള തൗഫീഖാണ്. പക്ഷെ സ്വതക്ക കൊടുക്കണമെങ്കിൽ പൈസ തന്നെ വേണം. വരുമാനത്തിന്റെ ഏറ്റവും വലിയ ഉപയോഗം സ്വതക്കയാണെന്ന് തിരിച്ചറിയാൻ റൂഹ് തൊണ്ടക്കുഴിക്കെത്തണം. സ്വാലിഹാവാൻ ഒരു സെക്കൻഡ് മതി എന്ന് തിരിച്ചറിയാനും റൂഹ് തൊണ്ടക്കുഴിക്കെത്തണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദം നബി അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടിയ ഒരു രംഗം ചരിത്രത്തിലുണ്ട്. മിഅ്റാജിന്റെ രാത്രിയിലായിരുന്നു അത്. ബഹുമാന്യനായ എൻ്റെ മകന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദം നബി അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചത്. ചരിത്രത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ വാപ്പ ആദം നബി എന്ന വാപ്പയാണ്. പരിശുദ്ധ ഖുർആൻ വലക്കത് കറംന ബനി ആദമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദമിൻ്റെ മക്കളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന പ്രതീക്ഷയിൽ ഞാൻ അങ്ങനെ പറയാണ് കേട്ടോ. എൻ്റെ പ്രതീക്ഷക്കനുസരിച്ച് നിങ്ങൾ ഉണ്ടാവും എന്ന് കരുതുന്നു. അല്ലെ പിന്നെ റഹ്മത്തുള്ളാഹി ഖാസിമി ഉസ്താദ് പറയും പോലെ ഇങ്ങോട്ട് നോക്കി എന്നൊക്കെ പറയാൻ നിൽക്കണം. അതിനൊന്നും ഇപ്പം ഞാൻ സമയം കളയുന്നില്ല. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി. ആദം നബി അലൈഹി ഇസ്ലാമാണ് ആദ്യത്തെ. അപ്പൊ ഈ ദുന്യാവിൽ നമ്മളിങ്ങനെ പരിശോധിച്ചാലേ വാപ്പി ഉമ്മി ഇല്ലാത്ത ഒരു മനുഷ്യനേ ഉള്ളൂ, സയ്യിദുനാ ആദം അലൈഹി ഇസ്ലാം. വാപ്പല്ലാത്ത ഒരു മനുഷ്യനാണുള്ളത് ഉമ്മുന ഹവ്വ ബിവി റളിയല്ലാഹു അൻഹ. വാപ്പല്ലാത്ത ഒരു മനുഷ്യനാണുള്ളത് സയ്യിദുനാ ഈസ അലൈഹി ഇസ്ലാം. 1,24,000 അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടുള്ളതിൽ 1,23,999 ആൾക്കാരും കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരാളെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, സയ്യിദുനാ ഈസ അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ. ഈസാ നബി അലൈഹിസ്സലാം അവസാന കാലഘട്ടത്തിൽ ഇറങ്ങി വരുമെന്നും വിവാഹം ചെയ്ത് ജീവിക്കുമെന്നും അതിൽ മക്കളുണ്ടാകുമെന്നും മഹാനവറുകൾ വഫാത്തായാൽ മദീനത്തുൽ മുനവ്വറയിൽ റൗള ഷരീഫിൻ്റെ അടുത്ത് മറവ് ചെയ്യുമെന്നും താരീഖിലുണ്ട്. അതോടുകൂടി ലോകത്ത് വന്ന 1,24,000 അമ്പിയാക്കളും വിവാഹം കഴിച്ചവരായി. അവരൊക്കെ വാപ്പാരുമാണ്. അവരധിക പേർക്കും മക്കളും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഖൽഖ് വാപ്പയാണ്. അള്ളാഹു ആദ്യമായിട്ട് സൃഷ്ടിക്കുന്നത് വാപ്പാനെയാണ്. അബുൽ ബഷറായ സയ്യിദുന ആദം അലൈഹിസ്സലാമിനെ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ഏറ്റവും ബന്ധമുണ്ടാവേണ്ടതും വാപ്പാനോടാണ്. ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാവേണ്ടത് വാപ്പാടാണ്. നിങ്ങൾ വേറെന്തോ നോക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഞാൻ തന്നെ അല്ലേ? 2 കണ്ണന്നല്ലേ എനിക്ക് 2 കണ്ണന്നല്ലേ? നിങ്ങൾ ഇന്നെ തന്നെ അല്ലേ പഠിച്ചോനെ? ഇങ്ങോട്ട് നോക്കി എന്നാലേ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ സ്ത്രീകൾ, ആ ബാക്കിലുള്ള സ്ത്രീകൾ കേൾക്കണില്ല എന്ന് പറഞ്ഞു കേട്ടു.
കേൾക്കായി എന്ന് പറഞ്ഞാൽ ഒരു ശ്രദ്ധിക്കായി ഇക്കാരെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രദ്ധിച്ചാൽ കേൾക്കുമല്ലോ. എന്തായാലും ഞാൻ പരമാവധി അടുത്തേക്കെന്ന് പറയാം. എന്നാലും ഇനിയിപ്പോൾ ഞാൻ എത്ര അടുത്തേക്കെന്ന് പറഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കേൾക്കുള്ളൂ. അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഹൽക്ക് വാപ്പയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നിന്നുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ വലിയൊരു അഭിമാനമാണുള്ള വാപ്പ എന്ന് പറയണത്. ഏത് മനുഷ്യൻ്റെയും വലിയൊരു അഭിമാനമാണ് വാപ്പ. ഉഹുദ് യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ ഉഹുദ് മലയുടെ മേലെ നിയോഗിച്ചിരുന്നു. ശത്രുക്കൾ ഓടിപ്പോയപ്പോൾ മേലെ നിശ്ചയിച്ചിരുന്ന ആളുകൾ എല്ലാവരും ഇങ്ങനെ ഗനീമത്ത് സ്വത്തൊക്കെ ഇങ്ങനെ വാരിക്കൂടുന്നു കണ്ടപ്പോൾ മേലെ നിന്ന് ഇറങ്ങി. ഈ സമയം മുതലെടുത്ത് ശത്രുക്കൾ ബാക്കിലൂടെ വന്നിട്ട് ഉഹുദ് മലന്റെ മേലെ കയറിയിട്ട് അമ്പ ചെയ്യാൻ തുടങ്ങി. യുദ്ധം പരാജയപ്പെടുമെന്ന് തോന്നിയ സഹാബത്ത് ചിതറി ഓടിയപ്പോ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറയിൽ നിന്ന് വാള് ഊരിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്. ഞാൻ നബിയാണ് സത്യം, അനബ്നു അബ്ദുൽ മുത്തലിബ്. ഞാൻ ആരാന്നറിയാം നിങ്ങൾക്ക്? ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ് എന്ന് പറഞ്ഞു ഹബീബുന റസൂലുള്ളാഹി. വാപ്പ വല്ലിപ്പ എന്നൊക്കെ പറഞ്ഞത് വലിയൊരു അഭിമാനമാണ്. അല്ലാ, സമയം രാത്രി 11:30 ആയല്ലോ. വീട്ടിക്ക് വേഗം ചെന്നില്ലെങ്കിൽ വാപ്പ ചീത്ത പറയും എന്ന് പറയും കുട്ടികൾ. വലിയൊരു അഭിമാനമുള്ള വർത്താനമുള്ളത് വാപ്പ ചീത്ത അറിയാന്ന് പറഞ്ഞത്. പക്ഷെ ചീത്ത പറയാൻ യോഗ്യതയുള്ള വാപ്പാർ എത്ര ഉണ്ടാവും എന്നുള്ളതാണ് പ്രശ്നം. വാപ്പ എന്തേലും പറയുന്നുള്ളത് വലിയ അഭിമാനമാണ്. പക്ഷേ ആ അഭിമാനത്തോടുകൂടെ സംസാരിക്കാൻ കഴിയുന്ന വാപ്പമാർ എത്രയുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഹൽക്ക് വാപ്പയാണ്. വാപ്പാനെ നന്നായിട്ട് പരിഗണിക്കണം. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. വാപ്പ സ്വർഗത്തിന്റെ നടുവിലെ വാതിലാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. കുട്ടികളിങ്ങനെ കുറച്ച് വലുതായി വന്നു. ഒരു മോന് ഖത്തർ പോയി, രണ്ടാമത്തോന് മംഗലാപുരത്ത് സൂപ്പർ മാർക്കറ്റ് തുടങ്ങി, പെൺകുട്ടികളൊക്കെ കെട്ടിച്ചു. അങ്ങനെയൊക്കെ ഇങ്ങനെ ആയി അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഇങ്ങനെ ഉണ്ടായാൽ ഉമ്മയും മക്കളും കൂടി ഒന്നാവും. വാപ്പാക്ക് ആ പെരയിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. നമ്മളെ നാട്ടിലുള്ളൊരു നടപ്പ് രീതിയാണത്. വാപ്പാക്ക് പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉമ്മാനെ പിന്നെ ആൾക്കാർ പരിഗണിക്കും. ഇമ്മാനെയും പരിഗണിക്കാത്തവനാണെങ്കിൽ ആ ശൈത്താനെ പറ്റി വർത്താനം ഇല്ല കേട്ടോ. അല്ല, അതൊഴിച്ച് ബാക്കിയുള്ളവരെ പറ്റിയാണ് ഇവിടെ വർത്താനം. വാപ്പാക്ക് വലിയ പ്രാധാന്യം നൽകൽ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രധാന കാര്യം ഉണ്ടെങ്കിൽ ഉമ്മയും മക്കളും കൂടിയും കൂടിയാലോചിച്ച് ചെയ്യാം. വാപ്പാനോട് അവസാനം തീരുമാനം പറയാം. വാപ്പാക്ക് ആകെ ഉള്ളത് വീട്ടിൽ 4 ജോലിയാണ്. ഒന്ന്, നഴ്സറി കുട്ടിനെ വണ്ടി കയറ്റുക. രാവിലെ ബസ് വരുമ്പോൾ നഴ്സറി കുട്ടിനെ ടൈയൊക്കെ കെട്ടിങ്ങാണ്ടായി കയറ്റി വിടുക. അതൊരു പണിയാണ് വാപ്പാൻ്റെ. രണ്ടാമത്തത് മാർക്കറ്റിൽ പോയി മീൻ കൊണ്ടുവരിക. അതിന് പിന്നെ വാപ്പാനെ തന്നെ വേണം. മൂന്നാമത്തത് വൈകുന്നേരം നഴ്സറി കുട്ടി വരുന്നോ നോക്കിയാണ്ട് ബസ് സ്റ്റോപ്പിൽ പോയിക്കുക. നാലാമത്തത് വൈകുന്നേരമാകുമ്പോൾ ഒരു ടോർച്ചൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പള്ളി പോവുക. നിസ്കരിക്കാൻ വരുന്ന കുട്ടികളുണ്ടാവും അവിടെ. ഓല് ഹൗദിന്ന് വെള്ളം മുക്കിയാലും പ്രശ്നമാണ്, മുക്കിയില്ലെങ്കിലും പ്രശ്നമാണ്. ദർസൊക്കെ ഉണ്ടെങ്കിൽ പറയും വേണ്ട. കാലുമ്മ വെള്ളം പാർന്നാൽ അള്ളാൻ്റെ പള്ളിയിലത്തെ ഹൗദത്തെ വെള്ളം മുഴുവൻ ആ കുട്ടികൾ മുക്കി ഒഴിച്ചു എന്നായി. ഹൗദത്തെ വെള്ളം മുക്കി ഒഴിക്കാനുള്ളത് തന്നെയാണ്. ഇനി കാലുമ്മ വെള്ളം പാർന്നില്ലെങ്കിലോ അള്ളാന്റെ പള്ളിക്ക് കാലുകാതെ കയറേന്നായി. മുക്കിയാലും പ്രശ്നം, മുക്കിയില്ലെങ്കിലും പ്രശ്നം. എല്ലാവരും ചെറുതായിട്ട് വലുതായതാണെന്നുള്ള ഓർമ്മ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു വല്യാപ്പ പെരയിലുണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ പേരക്കുട്ടികൾക്ക് വിരുന്ന് വരാൻ പേടിയാ. കാരണം സൈക്കിൾമ കയറിയാലും പ്രശ്നമായി, കയറിയില്ലെങ്കിലും പ്രശ്നമായി. കണ്ണടെടുത്താലും പ്രശ്നം, എടുത്തില്ലെങ്കിലും പ്രശ്നം. പത്രം നോക്കിയാലും പ്രശ്നം. പത്രത്തിലത്തെ ഫോട്ടോ മുഴുവൻ വെട്ടിക്കളഞ്ഞു എന്നാണ്. ഇയാൾക്ക് എന്തിനാണ് ഈ ഫോട്ടോ? പുരാവസ്തു ശേഖരണമൊന്നുമില്ലല്ലോ. കുട്ടികളാവുമ്പോൾ പത്രത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ വെട്ടും, ബാക്കി തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാവരും ചെറുതായിട്ട് വലുതായതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റമുണ്ടാകുന്നത് 3 സന്ദർഭങ്ങളിലാണെന്നാണ്. ഒന്ന്, പ്രായപൂർത്തിയാവുമ്പോൾ.
2 ജോലി കിട്ടുമ്പോൾ, 3 റിട്ടയർഡ് ആകുമ്പോൾ. ഒന്ന് പ്രായപൂർത്തിയാകുമ്പോൾ വലിയ മാറ്റം ഉണ്ടാവും. എന്താ പ്രായപൂർത്തിയാകുമ്പോഴുള്ള മാറ്റം? പ്രായപൂർത്തിയാകുമ്പോൾ ഓനെ അല്ലെങ്കിൽ ലോക്ക് തോന്നും ഞാൻ ഇപ്പോൾ വലിയ കുട്ടിയായിട്ടുണ്ട്. ചിലപ്പോൾ വാപ്പ പറയും ചെയ്യും, പഴയ മാതിരിയല്ല ഈ വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് പറയും. വലിയ കുട്ടിയായ എന്താ പ്രശ്നം എന്ന് അറിയങ്ങൾ? ആരും ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, എല്ലാവരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് എന്നാണ്. ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാവില്ല വലിയ ആളായാൽ. ഏത് മനുഷ്യനാണെങ്കിലും വലിയ ആളായാൽ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറല്ല. അതിപ്പോൾ ഇനി പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഖജാൻജി ആയാലും വൈസ് പ്രസിഡന്റ് ആയാലും ആരായാലും വലുതായാൽ അങ്ങോട്ട് ഉപദേശിക്കാൻ പറ്റൂല, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഉപദേശം സ്വീകാര്യമാവും. ഇതെന്നെ സംഗതി. അപ്പോൾ വലിയ കുട്ടിയായാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. രണ്ടാമത് ജോലി കിട്ടുമ്പോൾ കാര്യം കാണാൻ കഴുതക്കാല് പിടിക്കുക എന്ന് നമ്മൾ പറയലുണ്ടല്ലോ. ജോലി കിട്ടാൻ വേണ്ടി അവൻ മുട്ടാത്ത വാതിലുണ്ടാവില്ല. ഒരു ജോലിയാണ് കിട്ടിയാൽ ഓൻ്റെ സ്വഭാവം മാറും, മുഖത്തേക്ക് നോക്കൂല. ചില SI-മാരൊക്കെ ഉണ്ടാവും, ചില വില്ലേജ് ഓഫീസർമാരുണ്ടാവും, ചില പഞ്ചായത്ത് സെക്രട്ടറിമാരുണ്ടാവും. മനുഷ്യന്മാരെ മുഖത്തേക്ക് നോക്കൂല, താഴത്തേക്ക് മാത്രമേ നോക്കുള്ളൂ. ഓലെയും കൽബിലുണ്ടാവും ഈ നാട്ടുകാർ മുഴുവൻ എന്നെ സ്നേഹിക്കണം എന്ന്. അങ്ങോട്ട് കൊടുക്കാതെ അങ്ങോട്ട് കിട്ടൂല, ഇവിടെ കിട്ടൂല. അതിൻ്റെ ജോലി കിട്ടിയാൽ മനുഷ്യൻ്റെ സ്വഭാവം മാറും. ജോലി ഇല്ലാത്തവരെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. അങ്ങനെ ഈ കാര്യം ജോലിക്കാർക്ക്, കച്ചവടക്കാർക്ക് വരുമാനം ഇല്ലാത്തവനെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. ജോലി ഇല്ലാത്തവരെ ഏത് ജോലിയുടെയും ഒരു പ്രശ്നമാണത്. ജോലി കിട്ടിയവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ജോലി ഇല്ലാത്തവരെയാണ്. വരുമാനമുള്ളവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് വരുമാനം ഇല്ലാത്തവരെയാണ്. മൂന്നാമത്തെ മാറ്റം റിട്ടയർഡ് ആവുമ്പോൾ. റിട്ടയർഡ് ആവുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, പിന്നെ ഗൾഫിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, കൃഷിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്. റിട്ടയർഡ് ആയാലുള്ള പ്രശ്നം എന്താ പറയുക? കുട്ടികളെ കണ്ണിൻ്റെ ഇര കണ്ടുകൂടാ. വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞങ്ങാണ്ട് മാന്തിങ്ങാണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അപ്പടി ഇപ്പടി അത് പറ്റൂല ഇത് പറ്റൂല, മുഴുവൻ മൂപ്പരെ ഓർഡർ ഇക്കാരം. മൂപ്പർക്ക് പ്രായമായതല്ലേ, ഒന്നും ഉണ്ടായിരുന്നു ഇവിടെ അയ്യൂല. ഇത് ഇങ്ങനെ 3 സന്ദർഭങ്ങളിൽ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ വാപ്പാക്ക് ഏറ്റവും നല്ല പരിഗണന നൽകണം. അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഖൽഖ് വാപ്പയാണ്. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, വാപ്പ സ്വർഗത്തിന്റെ നടുവിലെ വാതിലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ചരിത്രം പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ വാപ്പയുണ്ട്, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്മൾ 5 നേരം നിസ്കരിച്ചിട്ട് ദ്വാരക്കണ മിക്കവാറും ദുആ ഇബ്രാഹിം നബി മക്കൾക്ക് ദ്വാരുന്ന ദുആയാണ്. 5 നേരം നിസ്കരിച്ച് നമ്മളിങ്ങനെ ദ്വാരക്കൂലേ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആരെ ദുആയാണ്? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആരെ ദുആയാണ്? സയ്യിദുനാ ഇബ്രാഹിം. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയില്ലേ? ശരിക്ക് അഫ്ളലു ഇബാദാത്തിൽ ബദനി അസ്സലാത്തു ആണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളലായത് നിസ്കാരാണ്. എന്നാൽ അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലാവുണ്ടായിരിക്കും. അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ശരിക്കും നിസ്കരിക്കുമ്പോൾ എന്താ പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ പറയണ്ടേ? പിന്നെ നമ്മൾ എന്താ പറയണത്? അല്ലാഹു അക്ബർ. എന്താ കാരണം? അവ്വലു മൻ ഖാലഹ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിനായിട്ടുള്ള ബന്ധാണത്. ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആള് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി നമ്മളെ വാപ്പയാണ്. അനഫി മില്ലത്തി അബി ഇബ്രാഹിം ഹബീബുനാ റസൂലുള്ളാഹി. ഞാൻ എൻ്റെ വാപ്പയാകുന്ന ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ തവക്കുലാണ് സംസം വെള്ളം. വാപ്പയാണതേ, വാപ്പാന്റെ ആഗ്രഹമാണത്, വാപ്പാന്റെ തവക്കുല. കുട്ടികളെ നന്നാവാൻ എന്താ വേണ്ടത്? കുട്ടികളെ അള്ളാഹുവിൽ തവക്കുലാക്കിയ ഒരു നേരവും. ഇബ്രാഹിം നബി തവക്കുലാക്കി. മക്കയിൽ കൊണ്ടുചെന്നിട്ട് ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും താമസിപ്പിച്ച് മടങ്ങുമ്പോ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹ് പറഞ്ഞിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അല്ലാഹ് പറഞ്ഞാ ചെയ്യണെന്ന് ചോദിച്ചു.
അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നഅം, അതേ അല്ലാഹ് പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളെ, ഇത് രണ്ടും ഫാനാകുന്നു. ഇത് രണ്ടും എന്താണ്? ഈ രണ്ട് സാധനവും ഫാനാകുന്നു. കുറച്ച് വലിയ ഫാനാണ്, കൂടുതൽ ആളുകൾക്ക് കാറ്റ് കിട്ടും. ആ ആൾക്കാരത് നേരാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അത് മനസ്സിലാകായിട്ട് നിങ്ങൾ അങ്ങോട്ട് നോക്കിയാണ്ട് നിൽക്കേണ്ട വെച്ചിട്ട് പറഞ്ഞെന്താണ്. ഇനി ഒന്നുകൂടി വിശദീകരിച്ച് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വയന്ന് പറയണോ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയെങ്കിലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പലതും ഇങ്ങനെ പറയും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയെങ്കിലേ വയന്നുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും വയന്നില്ല. കാരണം എന്താ പറയുക, നിങ്ങൾ എഡിറ്റ് ചെയ്യാനില്ല, ബാക്കി കേട്ടാൽ മതി. അങ്ങനെ സംഭവമല്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ കേൾക്കാനുള്ളതും ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ വേറെ എന്ത് പണിയെടുത്താലും ഞാൻ നിങ്ങൾ ആ പണിയുടെ ഒപ്പം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടിയും ചെയ്യാം. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി എല്ലാവരും ഒരു യാനബിയൊക്കെ ഒന്ന് ചൊല്ലിക്കാണി. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. കാലിന്റെ മുട്ടിന് വേദന ഉള്ളവർ നടക്കുമ്പോൾ യാനബി അല്ലേ മതി എന്നാണ്. മുട്ടുവേദന മാറും. തൽസമാദിന്റെ കിതാബിലുണ്ട്. കാലിന്റെ മുട്ട് വേദന ഉള്ളവരൊക്കെ നടക്കുമ്പോൾ അങ്ങനെ യാനബി അല്ല, യാനബി സലാം, മനസ്സുകൊണ്ട് നടക്കുക എല്ലാവരും. യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. ഇങ്ങോട്ട് നോക്കിക്കോളി, ഇങ്ങോട്ട് നോക്കിക്കോളി എല്ലാവരും. വാപ്പാക്ക് ഏറ്റവും കൂടുതൽ പരിഗണന ഉണ്ടായിരിക്കണം. ഉമ്മാനെ പിന്നെ എന്താ പറയാത്ത വെച്ചാൽ ഉമ്മാനെ എല്ലാവരും പറയും, ഉമ്മാനെ എല്ലാവരും പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. വാപ്പാൻ അങ്ങനെ എല്ലാവരും പറയില്ല. വാപ്പ ഭയങ്കര സംഭവമാണ്. വാപ്പ ഭയങ്കരാണ്. ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ്. ഭൂമിയിലെ ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ്. എന്തേ കാരണം? വാപ്പാന്റെ ദുആയാണ്. സയ്യിദുനാ ഇബ്രാഹിം ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോകുമ്പോ ചെറിയ ഒരു കുന്നിന്റെ മറുവശത്തെത്തിയപ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, എന്റെ മക്കൾക്ക് ഭൂമിയിലെ പഴങ്ങളിൽ നിന്ന് നീ ഭക്ഷിപ്പിക്കണമേ. ഭൂമിയിലെ ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ്. അതിന്റെ കാരണം വാപ്പാന്റെ ദുആയാണ്. സ്വർഗത്തിലെ ഏറ്റവും നല്ല ഭക്ഷണവും പഴമാണ്. എന്തേ കാരണം? വാപ്പാന്റെ ദുആ തന്നെ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാന, രസമുള്ളതാ കദളിപ്പഴം തിന്നാനാ. ആ വാപ്പാറിനെ, അതാണ് വാപ്പ. ചരിത്രത്തിൽ അറിയപ്പെടുന്ന വാപ്പയാണ് സയ്യിദുനാ ഇബ്രാഹിം. മില്ലത അബീകും ഇബ്രാഹിമ ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. നിങ്ങൾ നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ്. അദ്ദേഹമാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് വെച്ചിരിക്കുന്നത്. ആ വാപ്പ. അതുകൊണ്ട് വാപ്പാക്ക് വലിയ സ്ഥാനം ഉണ്ടാവണം. വാപ്പാനെ പരിഗണിക്കാത്തവന് 5 പൈസക്ക് പറ്റില്ല. ജീവിതത്തിൽ എപ്പോഴും പിതാവിന് പരിഗണനയുണ്ടായിരിക്കണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാപ്പാനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മഹ്ശറയിൽ വെച്ച് ഒരു മനുഷ്യൻ ആദ്യമായി കണ്ടുമുട്ടുന്നത് അവന്റെ വാപ്പാനെ ആയിരിക്കുമെന്നാണ് പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറയിൽ പുനർജന്മം ഉണ്ടാകുമ്പോ മനുഷ്യൻ എഴുന്നേൽക്കുമ്പോ മൂത്ത മകൻ വാപ്പാനെ കണ്ടുമുട്ടുമെന്നും ദുനിയാവിൽ അല്ലാഹു നമ്മളെ ഒരുമിപ്പിച്ചതുപോലെ ആഖിറത്തിലും ഒരുമിപ്പിച്ചല്ലോ എന്ന് സന്തോഷത്തോടുകൂടെ വാപ്പാനെ കണ്ട് പറയുമെന്നും അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യൻ കാണാൻ അവന്റെ വാപ്പാനെ. അത് നമ്മൾ 5 പൈസക്ക് വകയില്ലാതാക്കിയ എന്തിനാ പറ്റുക? അതുകൊണ്ട് പിതാവിന് വലിയ പരിഗണന നൽകണം. എന്റെ വാപ്പ എന്നുള്ളത് ഒരു അഭിമാനമായിരിക്കണം. ഭയങ്കര അഭിമാനാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു. നബി തങ്ങൾക്ക് സുഖല്ലേ?
ഇമാമുക്കാൻ പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്ന് നിസ്കാരം ആരംഭിച്ചു. നിസ്കാരം തുടങ്ങിയതിനു ശേഷം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് കഴിയുന്നത് പോലെ നടന്നിങ്ങനെ വരുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു. അപ്പൊ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ബാക്കിൽ ഇറങ്ങി. നബി തങ്ങൾ കൈയോണ്ട് ആംഗ്യം കാണിച്ചു, സിദ്ദീഖേ അവിടെ തന്നെ നിന്നോന്ന്. രണ്ടാമതും ഇറങ്ങി, അപ്പോഴും ആംഗ്യം കാണിച്ചു. മൂന്നാമതും ഇറങ്ങി, അപ്പോഴും ആംഗ്യം കാണിച്ചു, അവിടെ തന്നെ നിന്നോന്ന്. മൂപ്പര് നിന്നില്ല, ഇറങ്ങി. നബി തങ്ങൾ കഴിയും പോലെ വന്ന് മിഹ്റാബിൽ കയറി ഇമാമായി നിന്ന് നിസ്കരിച്ചു. സലാം വീട്ടിയതിനു ശേഷം തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു, അല്ലയോ അബൂബക്കർ, ഞാൻ അല്ലാഹുവിന്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു. ബലാ യാ റസൂലല്ലാഹ് ഷഹിദു, അതെ അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ റസൂലാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ്. നിങ്ങൾ നബിയാണ്, ഞാൻ അതിന് സാക്ഷിയാണ് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഞാൻ നിങ്ങളോട് 3 തവണ ഇമാമത്ത് നിൽക്കാൻ കൽപ്പിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പിറകോട്ട് മാറിയത് എന്ന് ചോദിച്ചു. എന്റെ ഒരു കൽപ്പന നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെ മുമ്പിൽ നിന്ന് ഇമാമായി നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകൻ അബൂ ഖുഹാഫ എന്ന എന്റെ വാപ്പാക്ക് ജനിച്ചിട്ടില്ല. അതാണ് വാപ്പാന്റെ പൗര പറഞ്ഞാല്. വാപ്പാന്റെ ഗുണം മക്കൾക്ക് ഉണ്ടാവും. അൽ വാലിദു സിർറു അബീഹി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മകൻ വാപ്പാന്റെ രഹസ്യമാണെന്ന് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വാപ്പ പറഞ്ഞത്. മനുഷ്യന്റെ വലിയൊരു അഭിമാനമാണ് അവന്റെ വാപ്പ. അതുകൊണ്ട് വാപ്പാക്ക് പ്രാധാന്യം നൽകാത്തവന് ഈ ഉമ്മത്തിൽ ഒരു സ്ഥാനമില്ല. ഞാൻ എന്തുകൊണ്ട് അതെന്നെ പറഞ്ഞു എന്ന് ചോദിച്ചാല്, ഉമ്മാനെ പറയേണ്ടത് തന്നെയാണ്, പറയണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഉമ്മാനെ എല്ലാവരും പറയും. ഉമ്മാനെ എല്ലാവരും പറയുമ്പോൾ നമുക്ക് തോന്നി എന്ത്, ഉമ്മാനെ മാത്രം പരിഗണിച്ചാൽ മതി, വാപ്പ മീൻ കൊണ്ടുവരാനായിക്കോട്ടെ, വാപ്പ മാർക്കറ്റിൽ നിന്ന് മീൻ കൊണ്ടുവരാൻ. അങ്ങനെയല്ല, മീൻ കൊടുന്നോട്ടെ, മൂപ്പര് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജീവിതത്തിൽ എന്തൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വാപ്പാനോടൊന്ന് അഭിപ്രായം ചോദിച്ചു നോക്കി നിങ്ങൾ. ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും പിതാവിനോട് അഭിപ്രായം ചോദിക്കണം, വാപ്പാനോട് അഭിപ്രായം ചോദിക്കണം എന്നാണ്. വാപ്പ ഒരു മനുഷ്യന്റെ രഹസ്യമാണ്. അൽ വാലിദു സിർറു അബീഹി, വാപ്പ മനുഷ്യന്റെ രഹസ്യമാകുന്നു എന്ന് മുഹമ്മദ് നബി മകൻ പിതാവിന്റെ രഹസ്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം, നന്മയിലും തിന്മയിലും സെയിമാണ്. ബഹുമാനപ്പെട്ട അബുൽ ബഷറായ ആദം നബി അലൈഹിസ്സലാമിന് 2 മക്കളുണ്ടായി. ഒരു മകൻ മറ്റൊരു മകനെ കൊന്നു. അതിന്റെ കാരണം അസൂയയായിരുന്നു. അസൂയയുടെ കാരണം ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ വെച്ച് വിലക്കപ്പെട്ട കനി മറന്നുകൊണ്ട് പറിച്ചതായിരുന്നു. വാപ്പാന്റെ മറവിയാണ് മകന്റെ അസൂയയുടെ കാരണമായി വന്നത് എന്ന് താരീഖിൽ കാണാം. വാപ്പാന്റെ രഹസ്യമാണ് മകൻ. വാപ്പാക്ക് എന്താ ഗുണം, അത് മകനിലുണ്ടാവും. അതുകൊണ്ട് തന്നെ മകന് അവന്റെ വാപ്പ വലിയ അഭിമാനമായിരിക്കണം. ചരിത്രത്തിൽ അറിയപ്പെട്ട വാപ്പയാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. മക്കളോടൊക്കെ ഉള്ള പെരുമാറ്റം അങ്ങനെയാണ്. ഈ ലോകത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച ആളാണ് സയ്യിദുനാ യാക്കൂബ് അലൈഹിസ്സലാം. വാപ്പയാണ്. ആരെ വാപ്പ? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വാപ്പയാണ്. യൂസുഫ് നബിയുടെ ജ്യേഷ്ഠന്മാര് യൂസുഫിനെ ഞങ്ങളൊന്ന് കാട്ടിലേക്ക് കൊണ്ടോട്ടെ എന്ന് പറഞ്ഞു. ഒരു ദിവസം യൂസുഫ് നബിയുടെ ജ്യേഷ്ഠന്മാര് കാട്ടിന്ന് വന്നിട്ട് ഓലിങ്ങനെ മുറ്റത്ത് കൂടെ കുറെ കളിയൊക്കെ കളിച്ചു. കോലൊക്കെ എടുത്തിട്ട് അങ്ങട്ട് അവിടുന്ന് ഇങ്ങോട്ട് അങ്ങനെ കുറെ കളി. അപ്പൊ യൂസുഫ് ഇങ്ങനെ ഒപ്പം കൂടി. യൂസുഫിനോട് ഓല് പറഞ്ഞു, ഇതൊന്നല്ലൊരു ഒറിജിനൽ കളി, വലിയ കളിയുണ്ട്, അതിന് ഇവിടെ ഒന്നും സ്ഥലം തയ്യില്ല, ഞങ്ങൾ കാട്ടിലാ കളിക്കുക പറഞ്ഞു. വാപ്പാട് യൂസുഫ് ചോദിച്ചു, ഞാനും കളിക്കാൻ പോട്ടെ ചോദിച്ചു. ഓല് പറഞ്ഞു, വാപ്പ ഞങ്ങളൊന്ന് പറഞ്ഞേക്ക്, ഞങ്ങൾ അവനെ കുറച്ച് കളിയൊക്കെ പഠിപ്പിക്കട്ടെ. വാപ്പ എന്ത് പറഞ്ഞു? ഇന്നി അഖാഫു അൻ യഅകുലഹു ദീബു വഅൻതും അൻഹു ഗാഫിലൂൻ. നിങ്ങൾ അശ്രദ്ധരായിരിക്കുമ്പോൾ അവനെ ചെന്നായ പിടിക്കുമോ എന്ന് എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹി സ്വലാം കിണറ്റിച്ചാടി അടിമയായി മിസ്രിലേക്ക് പോകുന്നു. എന്താ കാരണം? വാപ്പ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നതിൽ ഒരല്പം കുറവ് വരുത്തി എന്നതാണ് കാരണം. ചെന്നായ പിടിക്കുമോ എന്ന് എനിക്ക് പേടിയാണ് എന്ന് പറയേണ്ടതിന് പകരം ഞാൻ എൻ്റെ മകനെ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു എന്നാണ് പറയേണ്ടിയിരുന്നത്. തവക്കുല്, മക്കളെ അല്ലാഹുവിനെ ഏൽപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജയമാർഗം. അതിലൊരല്പം കുറവ് വന്നു എന്നതാണ് കാരണം.
ചരിത്രത്തിൽ അറിയപ്പെടുന്ന വാപ്പയാണ് സയ്യിദുനാ യാക്കൂബ് അലൈഹിസ്സലാം. അപ്പൊ വാപ്പ ഒരു മനുഷ്യന്റെ രഹസ്യം. വാപ്പാര് ദോരന്ന മനസ്സറിഞ്ഞ് ദോരന്ന എല്ലാവരും ചരിത്രത്തിൽ അറിയപ്പെട്ടു. വാപ്പാരും മനസ്സറിഞ്ഞ് ദോരന്ന മുഴുവൻ ആൾക്കാരും പരിശോധിച്ചോളി നിങ്ങൾ. അബൂ സാലിഹ് എന്ന മനുഷ്യൻ കാട്ടിൽ പോയി വിറക് വെട്ടി അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന വിറക് വെട്ടുകാരനാണ്. മരം വെട്ടേറിന്റെ മകന് കുത്തുബാകാം എന്നതിന്റെ തെളിവാണ് ഗൗസുല്ലാദ. മോശക്കാരനൊന്നല്ല. 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഗൗസുല്ലാദം ജീവിക്കുന്നത്. 400 ചില്ലറയിലാണ് ഗൗസുല്ലാദം ജീവിക്കുന്നത്. 1000 കൊല്ലം മുമ്പ് 1000 കൊല്ലം മുമ്പ് സ്വന്തമായി കപ്പലുണ്ടായിരുന്ന ആളാണ് ഗൗസുല്ലാദം. നമ്മളെ ഊച്ചാളി സൂപ്പർ മാർക്കറ്റ് അല്ല. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലുണ്ടായിരുന്ന ആളാണ് ഗൗസുല്ലാദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. 4 അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്ന ആളായിരുന്നു ഗൗസുല്ലാദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി മഹാനവർകൾ. എന്താ കുറവുള്ളത്? ഔലിയാക്കളിലെ ഏറ്റവും പ്രമുഖനായ ആളുമാണ്. ആർക്കും നേരാവാം, ആർക്കും നന്നാവാം. എന്താ രഹസ്യം? വാപ്പയാണ് രഹസ്യം. ഏതാ വാപ്പ? ഏതാ വാപ്പാന്നരങ്ങള്? വാപ്പ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ പുഴയിലൂടെ അത്തിപ്പഴം ഒഴുകി വരുന്നു. എല്ലാവർക്കും അറിയാത്തതാ, എല്ലാവർക്കും അറിയാം. അത്തിപ്പഴം ഒഴുകി വരുന്നു, എടുത്തു ഭക്ഷിച്ചു. പടച്ചോനെ, ആരതായിരിക്കും ഈ അത്തിപ്പഴം? അത്തി മുതലാളിക്ക് ഇഷ്ടമുണ്ടാകുമോ? പേടി. നടന്നു പുഴക്കരയിലൂടെ ഏതോ ഒരു അത്തി മുതലാളിയുടെ അത്തിമരം, അത്തി മുതലാളി എന്ന് ഞാൻ പറഞ്ഞ കേട്ടോ, അത്തിന്റെ മുതലാളി, അത്തി മുതലാളി, അത്തി മുതലാളിയുടെ അത്തിമഴം പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. മുതലാളിയോട് എന്ത് പറഞ്ഞു? മുതലാളി, നിങ്ങൾ അത്തിപ്പഴം ഞാൻ അറിയാതെ തിന്നുപോയി, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരോ? മൂപ്പര് പറഞ്ഞു, തരൂല. ഞാൻ എന്താ വേണ്ട ചോദിച്ചു. എന്റെ വീട്ടിൽ ജോലി ചെയ്യണം, 5 കൊല്ലം കൂട്ടിക്കോളി, നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 5 കൊല്ലം ജോലി ചെയ്യണം, കൂലിയൊന്നും തരൂല. ആയിക്കോട്ടെ അറിഞ്ഞു. ജോലി ചെയ്തു, കാലാവധി പൂർത്തിയാക്കി, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു ചോദിച്ചു. ഇല്ല അറിഞ്ഞു. ഇനി എന്താ വേണ്ട ചോദിച്ചു. കയ്യും കാലും ഇല്ലാത്തൊരു മോളുണ്ട്, ഓളെ കല്യാണം കഴിക്കണം എന്നാണ്. ആ പറഞ്ഞത് നമ്മളോടാണെന്ന് വിചാരിച്ചോക്കാ നിങ്ങൾ. എന്തേക്കാരവസ്ഥ? എന്നാലേ തൽക്കാലം നിങ്ങൾ പൊരുത്തപ്പെടേണ്ട അറിഞ്ഞാണ്ട് നമ്മൾ മോണോയ്ക്ക് പോവില്ലേ? പോയില്ല എന്നുള്ളത് തന്നെയാണ് ആ വാപ്പാന്റെ പ്രത്യേകത. ഒരു കുട്ടി ഉണ്ടായി, കല്യാണം കഴിച്ചു. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമാ آبا وأما شريفين قد اجتمعا وكنت شمسا وبدرا نوران التمعا أنت الحق لتدعى محي الدين يا محي الدين يا محي الدين يا محي الدين يا عبد القادر جيلاني. അതാണ് വാപ്പ പറഞ്ഞത്. വാപ്പയാണ് മക്കളുടെ രഹസ്യം. കല്യാണം കഴിച്ചു, അതിലൊരു കുട്ടി ഉണ്ടായി, ഗൗസുല്ലാദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ.